പറയുന്നത് 1000-ന് താഴെ എന്നതാണ്. പി കെ ശശി പിന്നിൽ പോയിരിക്കുകയാണ്. LDF ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് ശശി പിന്നിലാണ് ഇപ്പോൾ. കോഴിക്കോട് NDA സ്ഥാനാർത്ഥി ലീഡ് തുടരുന്നു. PK റണീഷിന്റെ ലീഡ് കോഴിക്കോട് തുടരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, ആലപ്പുഴയിൽ ആകെ ഒരാൾ മാത്രം ലീഡ് ചെയ്യുന്നു, അത് മന്ത്രി സജി ചെറിയാനാണ്. സിദ്ദിഖിന്റെ മേൽക്കൈ 5000 വോട്ടുകൾ പിന്നിടുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൽപ്പറ്റയിൽ, വയനാട്ടിലെ കൽപ്പറ്റയിൽ കൃത്യമായ മേൽക്കൈ സിദ്ദിഖ് തുടരുകയാണ്. അത് 5000-ന് മുകളിലേക്ക് എത്തുകയാണ്. 5000-ന് മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഏതാണ്ട് വിജയം ഉറപ്പിക്കുകയാണ്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് 1965 വോട്ടിന് പിന്നിൽ തന്നെയാണ്. സൂരജ് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റഡിയായി ലീഡ് നിലനിർത്തുന്നുണ്ട്. ബേബി MLA എന്ന ഇടതുപക്ഷം പുകഴ്ത്തിയിരുന്ന സച്ചിന് ഇത്തവണ പരാജയം നടക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സച്ചിൻ പിന്നോട്ട് പോവുകയാണ്. അതിനുശേഷം കൈപ്പത്തി അടയാളത്തിൽ ആരുമില്ലാതിരുന്ന കോഴിക്കോടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അവിടെ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് പിന്നിൽ നിൽക്കുന്നു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 6000 കടന്നു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 6000 കടന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണി ഒരു ഘട്ടത്തിൽ മുന്നിലെത്തുന്നു എന്നതാണ് തിരുവല്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. NDAയുടെ സ്ഥാനാർത്ഥി തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിൽ, LDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി തിരുവല്ലയിൽ മുന്നിൽ കോഴിക്കോട് മണ്ഡലത്തിൽ KV സുമേഷ്, പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ എന്ന വാർത്ത പുറത്തു വരുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2145 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മുന്നിൽ. 2145 വോട്ടുകൾക്ക് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. കണ്ടോൺമെന്റ് ഹൗസിൽ ആഘോഷം തുടങ്ങി. രേണുക, കണ്ടോൺമെന്റ് ഹൗസിൽ വലിയ ആഘോഷം. ദൃശ്യങ്ങളിലേക്ക് പോകണം. ദൃശ്യങ്ങൾ കാണൂ പ്രേക്ഷകരെ, ദൃശ്യങ്ങൾ കാണൂ. കണ്ടോൺമെന്റ് ഹൗസിൽ ആവേശം തുടങ്ങിയിരിക്കുന്നു. ആവേശ കാഴ്ചകൾ കണ്ടോൺമെന്റ് ഹൗസിൽ. വലിയ വിജയം. 100 അടിക്കും UDF എന്ന ആവേശ കാഴ്ച. സതീശന്റെ അപ്രമാദിത്യം. അതെ, KPCC ആസ്ഥാനത്ത് പന്തൽ കെട്ടി ലഡുവിന് ഓർഡർ കൊടുത്ത് പാൽപായസിന് ഓർഡർ കൊടുത്ത് ഇരിക്കുകയായിരുന്നു. മണക്കാട് സുരേഷ് ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ പകുതി ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഒന്നും വേസ്റ്റ് ആവില്ല എന്ന് വ്യക്തമാകുന്നു. ത്രിവർണ്ണ നിറത്തിലുള്ള ലഡു കേരളമെമ്പാടും വിതറും. ത്രിവർണ്ണ ലഡു കേരളത്തിൽ വിതറും. ഇടുക്കിയിലിതാ റോയ് കെ പൗലോസ് മുന്നിട്ട് നിൽക്കുന്നു.